Hi everyone, welcome to Priya's Maths World. Plus 1 Mathematics Chapter 3 Trigonometric Functions and Part 1 എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അതായത് ഈ വർഷം നമ്മൾ രണ്ട് ചാപ്റ്റർ കുറച്ച് ഡിസ്കസ് ചെയ്തിരുന്നു. ഈ ചാപ്റ്റർ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത വർഷം നമ്മൾ ഇതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് അല്ലെങ്കിൽ നമ്മൾ +2 കഴിഞ്ഞിട്ട് ഹയർ സ്റ്റഡീസിന് പോകുമ്പോൾ, അതായത് മാത്സ് റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റഡീസിന് പോകുമ്പോൾ തന്നെ ഈ ടോപ്പിക് ഈ ട്രിഗണോമെട്രി എന്ന് പറഞ്ഞാൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ റിസൾട്ട്സ് വൈഡർ ആപ്ലിക്കേഷനുള്ള ഒരു ഫീൽഡാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ ചാപ്റ്റർ നന്നായിട്ട് പഠിക്കണം. ഈ ഫസ്റ്റ് 3 ചാപ്റ്റർ ബേസിക് ആണ്. അതായത് നമുക്ക് അടുത്ത വർഷത്തേക്കും അത് കഴിഞ്ഞിട്ടുള്ള കോഴ്സിന് ഒക്കെ വേണ്ടിയിട്ടുള്ള ബേസിക് ടോപ്പിക്സ് ആണ് ഈ 3 ചാപ്റ്റർ, ആദ്യത്തെ 3 ചാപ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ അതിൻ്റെ പാർട്ട് 1 എല്ലാവരും സ്വാഗതം ചെയ്ത് നമുക്ക് ടോപ്പിക്കിലേക്കാണ്. ട്രിഗണോമെട്രിക് ഫംഗ്ഷനിൽ നമുക്ക് ആദ്യമായിട്ട് trigonometry is derived from the Greek words trigon and metron. It means measuring the sides of a triangle. അതായത് ഒരു ട്രയാങ്കിളിന്റെ മെഷറിനെ ബേസ് ചെയ്തിട്ടുള്ള പഠനത്തെയാണ് പറയുന്നത് ട്രിഗണോമെട്രി എന്ന് പറയുന്നത്. അതായത് ട്രിഗണോമെട്രി, അതായത് ജോമെട്രിക് പ്രോബ്ലംസ് കൂടുതലായിട്ട് സോൾവ് ചെയ്യാനായിട്ട് ഈ ടോപ്പിക്ക് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് തന്നെ. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് തന്നെ ആംഗിൾ എന്താണ്, ഒരു ആംഗിൾ. അപ്പോൾ നമുക്ക് നേരത്തെ പഠിച്ചിട്ടുള്ളതാണ് ആംഗിൾ. ഇതെന്ന് പറയുന്നത് സ്റ്റാർട്ടിങ് രണ്ട് റേ ജോയിൻ ചെയ്യുന്ന പോയിന്റ് ഒറിജിൻ അല്ലെ വെർട്ടെക്സ് നമുക്ക് പറയാം. ഇന്ന് പറയുന്ന ഇനിഷ്യൽ സൈഡ്, ഇത് ടെർമിനൽ സൈഡ്. ആംഗിൾ ഇസ് ദ മെഷർ ഓഫ് റൊട്ടേഷൻ ഓഫ് ഇറ്റ്സ് ഇനിഷ്യൽ പോയിന്റ് എന്നാണ്. അതായത് ഇഫ് ദ ആംഗിൾ മെഷർ ഓഫ് റൊട്ടേഷൻ മെഷർ ആണ്. അപ്പോൾ ഇഫ് ദ റൊട്ടേഷൻ ഈസ് ആന്റി ക്ലോക്ക് വൈസ്, അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇനിഷ്യൽ പോയിന്റ്, ഇനിഷ്യൽ സൈഡ് ഇതാണ് ടെർമിനൽ സൈഡ്. അപ്പോൾ ഇവിടെ നമ്മൾ പ്രൊട്രാക്ട് സാധാരണ മെഷർ ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് ആണ് പ്രൊട്രാക്ടർ. അപ്പോൾ നമ്മൾ പ്രൊട്രാക്ട് സാധാരണ ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് ഇങ്ങനെ മെഷർ ചെയ്യുവാണെങ്കിൽ ഈ ആംഗിൾ പോസിറ്റീവ് ആയിരിക്കും. ഇഫ് ദ മെഷർ ഓഫ് റൊട്ടേഷൻ ഈസ് ക്ലോക്ക് വൈസ്, അതായത് ക്ലോക്കിന്റെ ഡയറക്ഷൻ ഇങ്ങനെയാണല്ലോ. അപ്പോൾ ക്ലോക്ക് വൈസ് നമ്മൾ മെഷർ ചെയ്യുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ, ദിസ് ഈസ് ദ ഇനിഷ്യൽ സൈഡ് ആൻഡ് ദിസ് ഈസ് ദ ടെർമിനൽ സൈഡ്. അപ്പൊ ഇവിടെ നമ്മൾ പ്രൊട്രാക്ട് നമ്മൾ തലകീഴായിട്ട് വെച്ചുമാണ് മെഷർ ചെയ്യാം അല്ലേ. അപ്പൊ ഇങ്ങനെ മെഷർ ചെയ്യുമ്പോൾ ഇങ്ങനെ ഈ ആംഗിൾ, അപ്പൊ ഇത് നെഗറ്റീവ് ആയിരിക്കും. അപ്പം ഇഫ് ദ മെഷർ ഓഫ് റൊട്ടേഷൻ ഈസ് ക്ലോക്ക് വൈസ് ദ ആംഗിൾ ഈസ് നെഗറ്റീവ്. മെഷർ ഓഫ് റൊട്ടേഷൻ ഈസ് ആന്റി ക്ലോക്ക് വൈസ് ദ ആംഗിൾ ഈസ് സെഡ് ടു ബി പോസിറ്റീവ്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ നമ്മള് ഇത് ഇനിഷ്യൽ സൈഡാണ്, ഇത് ടെർമിനൽ സൈഡാണ്. അങ്ങനെയാണെങ്കിൽ നമ്മള് ക്ലോക്ക് വൈസ് ആയിട്ട് ഈ ആംഗിൾ മെഷർ ചെയ്യുമ്പോൾ ഇവിടെ മുതൽ ഇവിടെ വരെ ഇതൊരു പ്രൊട്രാക്ടറിന്റെ ഷേപ്പിലാണ് അല്ലെ. എത്ര ഡിഗ്രി ആയിരിക്കും അത്? 190 ഡിഗ്രി. ഇനി ഇങ്ങനെയാണെങ്കിൽ ഇത് ഇങ്ങനെ മെഷർ ചെയ്യുകയാണെങ്കിൽ 90 ഡിഗ്രി. അപ്പൊ ഇനി നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ട് വീണ്ടും ക്ലോക്ക് വൈസ് ആയിട്ട് ഇങ്ങനെ നമ്മൾ മെഷർ ചെയ്യുമ്പോൾ ഇവിടെ വരെയുള്ള ആംഗിൾ എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? ഇവിടെ 180, ഇങ്ങോട്ട് 180, ടോട്ടൽ 360 ആയിട്ട്. അപ്പം 1 ഡിഗ്രി. അപ്പൊ നമ്മൾ സാധാരണ ആംഗിൾ മെഷർ ചെയ്യുന്ന ഡിഗ്രി മെഷറിലാണ്. നേരത്തെ ഒക്കെ പഠിച്ച് നമ്മൾ പ്രൊട്രാക്ടർ യൂസ് ചെയ്തു മെഷർ ചെയ്യുന്നതൊക്കെ ഡിഗ്രി മെഷറിലായിരുന്നു. അപ്പൊ ഇനി നമുക്ക് അപ്പം 1 ഡിഗ്രി എന്ന് പറയുന്നത് 1/360 ഓഫ് 1 റെവല്യൂഷൻ. അപ്പൊ ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ ഇങ്ങോട്ട് വന്ന് ഇവിടെ വരെ വരുമ്പോൾ റൊട്ടേഷൻ എന്ന് പറയുമ്പോൾ എത്ര ഡിഗ്രി ആയിരിക്കും മെഷർ ചെയ്യുന്നത്? 360 ഡിഗ്രി. അപ്പോൾ 1 ഡിഗ്രി എന്ന് പറഞ്ഞാൽ അത് 1/360th ആയിരിക്കും ഒരു ഡിഗ്രി എന്ന് പറയുന്നത്. അപ്പൊ നമുക്കിനിയും ഡിഗ്രി മെഷർ കൂടാതെ നമുക്ക് ഈ വർഷം പഠിക്കാനുള്ള ആംഗിളിനെ വേറൊരു മെഷറിൽ കൂടെ യൂസ് ചെയ്യാം. അതായത് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് അല്ലെങ്കിൽ ട്രിഗണോമെട്രിക് റിസൾട്ട്സ് എല്ലാം ബേസ് ചെയ്ത് എടുത്തിരിക്കുന്നത് ഡിഗ്രി മെഷറിലല്ല. ഈ അടുത്ത് പറയാൻ പോകുന്ന റേഡിയൻ മെഷറാണ്. നമ്മളിപ്പം ആംഗിൾ മെഷറിനെ കുറിച്ച് നമുക്ക് പ്രത്യേകം പറയേണ്ടതിൽ അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പൊ അടുത്ത റേഡിയൻ മെഷർ, സർക്കുലർ മെഷർ എന്നാണ് റേഡിയൻ ഓർ സർക്കുലർ മെഷർ. റേഡിയൻ. അപ്പം അനദർ ഫോം ഓഫ് മെഷറിംഗ് ആൻ ആംഗിൾ, അനദർ വേ ഓഫ് അല്ലെങ്കിൽ അനദർ മെഷർ ഈസ് റേഡിയൻ മെഷർ. അപ്പൊ ഇതിനെ സർക്കുലർ മെഷർ എന്ന് പറയാം. അതെന്ന് പറഞ്ഞാല് ഞാൻ പറഞ്ഞപ്പോ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ ഇങ്ങോട്ട് വന്നു ഇവിടെ വരെ. ഇപ്പോ റേഡിയൻ എന്ന് പറയുന്നത് ഇപ്പൊ ഒരു സർക്കിളില്
റേഡിയൻ മെഷർ എങ്ങനെയാണ്? ഇപ്പൊ യൂണിറ്റ് സർക്കിൾ ആണെന്ന് വിചാരിച്ചോളൂ. യൂണിറ്റ് സർക്കിൾ എന്ന് പറയുമ്പോൾ ഇതിന്റെ റേഡിയസ് 1 യൂണിറ്റ് ആയിരിക്കും. The angle subtended at the center by an arc. Suppose ഇതാണ് ഒരു ഈ ആർക്ക്. Angle subtended at the center by an arc of unit length. ഇത് 1 യൂണിറ്റ് ആയിരിക്കും. Of unit length of a unit circle. The angle said to be radian. 1 radian. ഇതിന് നമ്മൾ 1 radian എന്നാണ് ഇതൊരു സർക്കുലർ മെഷർ ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പൊ നമ്മള് ശരിക്കും പറഞ്ഞാൽ ഇത് ഇവിടെ നമ്മൾ ഇങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ പറഞ്ഞ പോലെ ഇവിടെ വരെ എത്തുമ്പോൾ 360 ഡിഗ്രിയാണ് അല്ലേ? അപ്പൊ ഇത് യൂണിറ്റ് സർക്കിൾ ആണ്. അപ്പൊ ഇവിടെ മുതൽ സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ ഈ ലെങ്ത് സർക്കുലർ മെഷർ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ സർക്കിളിനെ ബേസ് ചെയ്തിട്ട് എന്താണ് ഇവിടെ സർക്കംഫറൻസ് ആണ്. അപ്പൊ സി സീക്വൽ നമ്മൾ കണ്ടുപിടിക്കുന്ന ഫോർമുല 2πr എന്നാണ്. ഇത് യൂണിറ്റ് സർക്കിൾ ആയതുകൊണ്ട് 2π × 1 എന്ന് പറഞ്ഞാൽ 2π തന്നെയാണ്. അപ്പൊ നമുക്ക് ഈ 360 ഡിഗ്രി എന്ന് പറയുന്നത് റേഡിയൻ 2π റേഡിയൻ എന്ന് പറയും. റേഡിയൻ നമ്മള് ഡിനോട്ട് ചെയ്യുന്ന സിമ്പിൾ സി എന്നാണ്. എന്തുകൊണ്ടാണ് സർക്കംഫറൻസ് സർക്കുലർ മെഷർ അല്ലേ ഇത്? ശരിക്കും പറഞ്ഞ ഇവിടെ ഈ ദൂരം ഇവിടെ മുതൽ ഇങ്ങനെ സഞ്ചരിച്ച് ഇവിടെ വരെ എത്തുമ്പോഴുള്ള ആ ദൂരത്തിന് പറയുന്നത് റേഡിയൻ മെഷർ എന്ന് പറയുന്നത്. അപ്പം 360 ഡിഗ്രിയാണ് 2π റേഡിയൻ നമുക്ക് പറയാം. അപ്പൊ 2π റേഡിയൻ എന്ന് പറയുന്നത് 360 ആണെങ്കിൽ പൈ എന്ന് പറഞ്ഞ എത്രയായിരിക്കും? 360/2 180 ഡിഗ്രി. അപ്പൊ പൈ റേഡിയൻ എന്ന് പറയുന്നത് പൈ റേഡിയൻ ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി ആയിരിക്കും. അപ്പൊ അതിൽ നമുക്ക് ഇതാണ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ റേഡിയൻ മെഷർ. നമുക്ക് അതിനെ കുറിച്ചുകൂടെ ഒന്നുകൂടെ പറയാം. റിലേഷൻഷിപ്പ് എന്താണ്? റേഡിയൻ മെഷർ ഡിഗ്രി മെഷർ. ഒരു റേഡിയൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനെ കുറിച്ച് നമുക്ക് വിശദമായിട്ട് പഠിക്കാം. നമ്മൾ റേഡിയൻ എന്ന് പറഞ്ഞാൽ ഇപ്പം എന്താണെന്ന് മനസ്സിലാക്കി. എന്താണ് 1 റേഡിയൻ എന്ന് പറഞ്ഞാൽ? ആംഗിൾ സബ്റ്റൻഡഡ് അറ്റ് ദ സെന്റർ ബൈ ആൻ ആർക്ക് ഓഫ് 1 യൂണിറ്റ് ലെങ്ത് ഓഫ് എ യൂണിറ്റ് സർക്കിൾ. ഒരു യൂണിറ്റ് റേഡിയസ് ഉള്ള സർക്കിളിലെ ആർക്ക്. അപ്പൊ നമ്മളിപ്പോ സർക്കിൾ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഇത് ഒരു യൂണിറ്റ് ആണ് ആർക്ക് ലെങ്ത് എന്ന് വിചാരിച്ചു. റേഡിയസും 1 യൂണിറ്റ്. അപ്പോൾ ഉണ്ടാക്കുന്ന ആംഗിളിന്റെ മെഷറിനെ നമ്മള് സപ്പോസ് തീറ്റ റേഡിയൻ 1 റേഡിയൻ ജനറലി നമ്മൾ 1 റേഡിയൻ എടുക്കും അല്ലെ? ഒരു റേഡിയൻ എന്ന് പറയുന്നത് അതാണ് ഉദ്ദേശിക്കുന്നത്. എന്ന് പറഞ്ഞാൽ സർക്കുലർ മെഷറാണ്. അത് ഒരു യൂണിറ്റ് സർക്കിള് ഇവിടെ നമ്മൾ ഇനിഷ്യൽ പോയിന്റിലൂടെയാണ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ഇവിടെ വരുമ്പോൾ 360 ഡിഗ്രിയാണ്. അപ്പൊ അതിനെ നമ്മൾ റേഡിയനിലോട്ട് മാറ്റുമ്പോൾ അതിന്റെ സർക്കുലർ മെഷർ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ 2πr. 2πr എന്ന് പറയുന്ന r is equal to 1 യൂണിറ്റ്. അപ്പൊ നമുക്ക് 2π എന്ന് കിട്ടും. അപ്പൊ പൈ എന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ്. അപ്പൊ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിഗ്രി മെഷർ ആൻഡ് റേഡിയൻ മെഷർ എന്താണെന്ന് നോക്കാം. അപ്പൊ ഇവിടെ പൈ റേഡിയൻ എന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ്. 1 റേഡിയൻ എന്ന് പറഞ്ഞാൽ 180 ഡിവൈഡ് ബൈ പൈ ഡിഗ്രി ആയിരിക്കും. സോ ഇത് വളരെ നമുക്ക് കൺവേർട്ട് ചെയ്യാനുണ്ട്. എങ്ങനെയാണ് ഡിഗ്രി മെഷർ പ്രോബ്ലം ചെയ്യാനുണ്ട്. അപ്പൊ നമുക്ക് ഇത് ഓർത്തിരിക്കണം. ഇത് ഓർത്തിരുന്നാൽ മതി. അപ്പൊ അങ്ങോട്ട് നമ്മൾ തിരിച്ചെഴുതാം. 180 ഡിഗ്രി എന്ന് പറയുന്നത് പൈ റേഡിയൻ ആണ്. അപ്പൊ 1 ഡിഗ്രി എന്ന് പറയുന്നത് പൈ ബൈ 180 റേഡിയൻ അല്ലെ? ഇങ്ങോട്ട് ഡിവൈഡ് ചെയ്താൽ അപ്പൊ ഇതാണ് തമ്മിലുള്ള റിലേഷൻഷിപ്പ്. ഡിഗ്രി മെഷർ റേഡിയൻ മെഷർ തമ്മിലുള്ള റിലേഷൻഷിപ്പ്. അപ്പൊ നമുക്ക് ഇനി ഒരു എക്സാമ്പിൾ ചെയ്യാം. 36 ഡിഗ്രി നമുക്ക് റേഡിയനിലേക്ക് കൺവേർട്ട് 36 ഡിഗ്രി ഇൻറ്റു റേഡിയൻ മെഷർ. അപ്പൊ ഞാൻ ഇതിലോട്ട് എഴുതാം. 1 റേഡിയൻ ഇസ് ഈക്വൽ ടു 180/π ഡിഗ്രി. 1 ഡിഗ്രി ഇസ് ഈക്വൽ ടു പൈ ബൈ 180 റേഡിയൻ. അപ്പൊ ഇത് നിങ്ങൾ ഓർത്തിരിക്കണം. ഇത് ഓർത്തിരുന്നാൽ മതി. അത് നമുക്ക് കൺവേർട്ട് ചെയ്തെടുക്കുകയും ചെയ്യാം. കുറെ പ്രോബ്ലം ചെയ്തിട്ട് ഓൾറെഡി ബൈ ഹാർട്ട് ആകുന്നു. 36 ഡിഗ്രി കൺവേർട്ട് 36 ഡിഗ്രി ഇൻറ്റു റേഡിയൻ മെഷർ. അപ്പം 1 ഡിഗ്രി ഇസ് ഈക്വൽ ടു പൈ ബൈ 180 റേഡിയൻ ആണ് അല്ലേ? പൈ ബൈ 180 റേഡിയൻ. അപ്പൊ നമുക്ക് 36 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? 36 കൊണ്ട് മൾട്ടിപ്ലൈ. 36 ഡിഗ്രി ഇസ് ഈക്വൽ ടു പൈ ബൈ 180 ടൈംസ് 36. അപ്പൊ നമുക്ക് 9 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഇവിടെ 4 കിട്ടും. ഇവിടെയോ 20. Again we can divide it by 4. അപ്പൊ ഇവിടെ 1 ഇവിടെ 5. അപ്പൊ പൈ ബൈ 5 റേഡിയൻ എന്ന് കിട്ടും. 36 ഡിഗ്രി ഈസ് പൈ ബൈ 5 റേഡിയൻ.
അപ്പോൾ റേഡിയൻ സിമ്പിൾ സി, സർക്കംഫറൻസ് എന്നുള്ള മീനിങ്ങിലാണ് നമ്മളിവിടെ സി എന്ന് മാർക്ക് ചെയ്യുന്നത്, സർക്കുലർ മെഷർ എന്നുള്ള രീതിയിൽ. ഇനി നമുക്ക് 6 കൺവേർട്ട് 6 റേഡിയൻ ഇൻറ്റു ഡിഗ്രി മെഷർ. ഇവിടെ നമ്മുടെ പൈയുടെ വാല്യൂ 22/7 നമുക്കറിയാം, 22/7 ഓർ 3.14. ഇവിടെ നമുക്ക് 22/7 യൂസ് ചെയ്യാം പൈയുടെ വാല്യൂ ഇത് കൺവേർട്ട് ചെയ്യാൻ. അപ്പം ഇവിടെ നോക്കിയേ 1 റേഡിയൻ 180/π ആണ് അല്ലേ. അപ്പം 1 റേഡിയൻ ഈസ് ഈക്വൽ 180/π ഡിഗ്രി ആണ്. അപ്പം 6 റേഡിയൻ എന്ന് പറയുമ്പം 180/π, പൈക്ക് നമുക്ക് 22/7, അപ്പൊ 7 ഇവിടെ വരും ഇൻറ്റു 6. അപ്പൊ 6 ഉം 22 നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 3 ഇവിടെ 11 ഇവിടെ. അപ്പൊ നമുക്ക് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്ത് ഡിവൈഡ് ചെയ്യുക, അതാണ് എളുപ്പമാർഗം. അപ്പൊ ഇത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്നൊക്കെ എഴുതിയെടുക്കാം. അപ്പം ഇനി ഇതിനെ നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റത്തില്ല ഡയറക്റ്റ് ആയിട്ട് 11. അപ്പൊ 180 ടൈംസ് 7 ടൈംസ് 3 are 21. 180 ടൈംസ് 21 നമുക്ക് എടുക്കുമ്പോൾ 8 1 16 3780 ഡിവൈഡ് ബൈ 11. 11 times 3 are 33. 48 again നമുക്ക് 4 കൊണ്ട് മൾട്ടിപ്ലൈ. അപ്പം 4 40 3 33 7. അപ്പൊ നമുക്കിതിനെ ആൻസർ എഴുതുമ്പോൾ 343 7/11 ഡിഗ്രി ആണ് അല്ലെ. അപ്പൊ 343 നമ്മൾ ഇങ്ങനെ ഇടാതെ ഈ ഫ്രാക്ഷൻ മാറ്റി നമ്മൾ ഡിഗ്രി, അതുപോലെ 1 ഡിഗ്രി എന്ന് പറയുന്നത് 60 മിനിറ്റ് ആണ്. 60 മിനിറ്റ് എന്ന് പറയുന്നത് 1 മിനിറ്റ് എന്ന് പറയുന്നത് 60 സെക്കൻഡ്സ്. അത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള ഇത് ഓർത്തോണം. അപ്പൊ നമ്മൾ ഇതിനെ ഈ ഡിഗ്രി മെഷറിനെ നമ്മൾ ബാക്കി വരുന്ന ഫ്രാക്ഷനെ മിനിറ്റിലോ സെക്കൻഡിലോ ഒക്കെ ആക്കി മാറ്റാൻ സാധിക്കും. അപ്പൊ ഇവിടെ +7 അല്ലേ, ഇതിനെ നമ്മള് ഡിഗ്രിയെ മിനിറ്റിലോട്ട് മാറ്റുമ്പം ടൈംസ് 16 വരും. അപ്പൊ ഇത് 343 പ്ലസ് ഇത് 4 times 6 7 times 6 are 42 420/11. അപ്പൊ ഇതിനെ നമുക്ക് വീണ്ടും 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ ഇവിടെ 3 33 9 8 88 വരും. റിമൈൻഡർ ഇസ് 2. അപ്പൊ 38 മിനിറ്റ് ആണ്. 38 ആൻഡ് 2/11 മിനിറ്റ് ആണ് ശരിക്കും പറഞ്ഞാൽ. നമ്മൾ അതിനെ വീണ്ടും +2/11 മിനിറ്റിനെ എന്താക്കി മാറ്റുന്നു, സെക്കൻഡ്സിലേക്ക് മാറ്റുക. അപ്പൊ വീണ്ടും ടൈംസ് 60 കൊണ്ട് മൾട്ടിപ്ലൈ ടൈംസ് 60 ചെയ്യുക. അപ്പൊ 2 times 60 120 120/11 1 10 പോയിന്റ് അല്ലേ 10.9 ഇവിടെ 99 വരുമല്ലോ 10.9 എന്ന് എഴുതാം. അപ്പം നമുക്ക് ഇവിടെ ആൻസർ എഴുതുമ്പോൾ 343 ഡിഗ്രി 38 മിനിറ്റ് ബാക്കി വരുന്ന 10.9 സെക്കൻഡ്സ്. ഇങ്ങനെയാണ് നമ്മൾ കൺവേർട്ട് ചെയ്ത് ആൻസർ എഴുതുമ്പോൾ എഴുതണം. ഈ ഇങ്ങനെ ഫ്രാക്ഷൻ വരുവാണെങ്കിൽ അതിനെ ഡിഗ്രിയിലും മിനിറ്റിലും ആക്കി കൺവേർട്ട് ചെയ്ത് എഴുതണം. അപ്പം വേറെ നമുക്ക് ഇതിന്റെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ചെയ്യാം. നമ്മുടെ 30 ഡിഗ്രി 45 ഡിഗ്രിയിലുള്ള കറസ്പോണ്ടിങ് ആയിട്ടുള്ള റേഡിയൻ മെഷർ നമ്മൾ സ്റ്റാൻഡേർഡ് റിസൾട്ട് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. കാരണം നമ്മൾ ട്രിഗണോമെട്രിയുടെ ഇനിയും അടുത്ത പാർട്ടൊക്കെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അടുത്ത വർഷം ചെയ്യുമ്പോൾ നമുക്ക് ഈ 30 ഡിഗ്രി നമ്മൾ റേഡിയനിലായിരിക്കും പറയുന്നത്. അപ്പൊ 30 ഡിഗ്രി എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ ഡിഗ്രി റേഡിയൻ മെഷറിലേക്ക് മാറ്റാൻ പറ്റും? 30 × π/180 ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? π/6. അതുപോലെ തന്നെ 45 times π/180 എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്നത് π/4 റേഡിയൻ. ഇതപ്പം 60 times π/180 എന്ന് പറയുമ്പോൾ ക്യാൻസൽ ചെയ്യുമ്പോൾ 3 π/3. ഇത് 90 ആകുമ്പോൾ π/2 180 ആകുമ്പോൾ π 270 ഡിഗ്രി 270 times π/180
ഇപ്പൊ 9 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ 3 കിട്ടും, ഇവിടെ 2 കിട്ടും. 3π/2 3π/2. അപ്പൊ 360 എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെയാണ് 360 ടൈംസ് π/180 എന്ന് പറയുമ്പോൾ ഇവിടെ 2π. അപ്പൊ നമ്മൾ ട്രിഗ്നോമെട്രിക് ഫോർമുല ഒക്കെ ഉപയോഗിച്ചിട്ട് പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന റേഡിയൻ മെഷറിലാണ് എപ്പോഴും യൂസ് ചെയ്യാറ്. അപ്പോൾ ഈ 30 ഡിഗ്രി ഇങ്ങനെ ഇത് നമുക്ക് കുറച്ച് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് ബൈ ഹാർട്ട് ആയിക്കോളൂ. ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വസ്തുക്കളാണ്. അപ്പൊ ഇനി ഈ റേഡിയൻ മെഷറും ഡിഗ്രി മെഷറും ആർക്ക് ലെങ്തും തമ്മിൽ റിലേഷൻഷിപ്പ് ഉണ്ട്. അതായത് ഒരു സർക്കിൾ നമ്മൾ പറഞ്ഞല്ലോ, യൂണിറ്റ് സർക്കിളില് യൂണിറ്റ് സർക്കിളിന്റെ ഒരു യൂണിറ്റ് റേഡിയസ് ഇല്ല, റേഡിയസ് ഒരു യൂണിറ്റ് ആകുമ്പോഴാണ് യൂണിറ്റ് സർക്കിൾ എന്ന് പറയുന്നത്. അതിന്റെ ആർക്ക് ലെങ്ത് 1 യൂണിറ്റ് ആകുമ്പോഴാണ് 1 റേഡിയൻ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഇവിടെ റേഡിയസ് 2 ആണെങ്കിൽ ഇതും 2 ആയിരിക്കും അല്ലെ, നല്ല 1 റേഡിയൻ ആകും. അപ്പൊ നമ്മളിവിടെ ഞാൻ സർക്കിൾ വരച്ചിട്ടുണ്ട്. ആംഗിൾ AOC എന്ന് പറയുന്നത് 1 റേഡിയൻ ആയിട്ട് എടുക്കുന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ റേഡിയസ് എത്രയാണ് 1 ആണെങ്കിൽ ആർക്ക് ലെങ്ത് 1 ആകുമ്പോഴാണ് റേഡിയസും 1 ആയിരിക്കും അല്ലെ. അപ്പൊ ആർക്ക് ലെങ്ത് 6 ആകുമ്പോൾ റേഡിയസും 6 ആണെങ്കിൽ 1 റേഡിയൻ കിട്ടത്തുള്ളൂ. അപ്പൊ നമ്മൾ അങ്ങനെ എടുത്തു. അപ്പൊ ഈ ആർക്ക് ലെങ്ത് AC എന്ന് പറഞ്ഞ ആർക്കിന്റെ ലെങ്ത് R, AB എന്ന് പറഞ്ഞ ആർക്ക് ലെങ്ത് നമ്മൾ എല്ലായിട്ട് എടുത്തു. ഇനി ആംഗിൾ AOB എന്ന് പറയുന്നത് തീറ്റ എന്ന് എടുക്കുകയാണ്. നമ്മള് ഈ സിമിലാരിറ്റി കൺസെപ്റ്റ് ഉപയോഗിച്ച് എടുക്കുമ്പോൾ ആംഗിൾ AOB ഡിവൈഡഡ് ബൈ ആംഗിൾ AOC. അപ്പൊ ആംഗിൾ AOB കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആർക്ക്, അതായത് ആർക്ക് AB ബൈ ആർക്ക് AC എന്ന് എടുക്കാം. ആംഗിൾ AOB നമ്മൾ തീറ്റ ആയിട്ട് എടുത്തു. ആംഗിൾ AOC എന്ന് പറഞ്ഞാൽ 1 റേഡിയൻ, റേഡിയൻ മെഷറിലാണ് തീറ്റ കൺസിഡർ ചെയ്തത്. അപ്പം ആർക്ക് AB എന്ന് പറയുമ്പോൾ 1 L എന്ന് എടുത്തു, ആർക്ക് ലെങ്ത് എടുത്ത് R. അപ്പൊ ഇവിടെ 1 ആയതുകൊണ്ട് നമുക്ക് ഇത് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ആയാലും ബൈ 1 എന്ന് പറഞ്ഞാൽ വാല്യൂ തീറ്റ തന്നെയാണ്. അപ്പൊ തീറ്റ =L/R എന്ന് കിട്ടും. ഇത്രയും റേഡിയൻ ആയിരിക്കും, ഡിഗ്രി മെഷറിലല്ല കിട്ടുന്നത്, റേഡിയൻ. തീറ്റ ഈസ് ഇൻ റേഡിയൻ ആണ്. അപ്പൊ ഇതാണ് റേഷ്യോ. അപ്പൊ ഇത് നമുക്ക് L കണ്ടുപിടിക്കാം, ലെങ്ത് ഓഫ് ദി ആർക്ക്. തീറ്റ അറിയാം, ആംഗിൾ അറിയാം, റേഡിയസ് അറിയാം, നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, ആർക്ക് ലെങ്ത് കണ്ടുപിടിക്കും. അപ്പൊ ആർക്ക് ലെങ്ത് എന്ന് പറയുന്നത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ R തീറ്റ, ദാറ്റ് ഈസ് L =R തീറ്റ. അപ്പൊ ഇത് നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ ഇതായിരിക്കും എളുപ്പം, L =R തീറ്റ. അപ്പൊ അത് നമുക്ക് തീറ്റ കണ്ടുപിടിക്കാം. തീറ്റ എന്ന് പറഞ്ഞാൽ L/R, അല്ലെങ്കിൽ R എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും L/തീറ്റ. ഇങ്ങനെ പെട്ടെന്ന് ഓർത്തിരിക്കാനുള്ള R L R തീറ്റ എന്ന് ഓർത്തിരുന്നാൽ മതി, അല്ലെങ്കിൽ തീറ്റ L/R. അപ്പൊ ഇതാണ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ആർക്ക് ലെങ്ത്, റേഡിയസ് ആൻഡ് ആംഗിൾ ഇൻ റേഡിയൻ. അപ്പൊ ഇത് ഓർത്തിരിക്കണം, അറിഞ്ഞിരിക്കേണ്ട വസ്തുതയാണ്. നിങ്ങൾക്ക് ഇതെല്ലാം നന്നായിട്ട് പഠിക്കണം. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പൊ ഇത് നിങ്ങൾക്ക് എഴുതിയെടുക്കാം. ഇതിന്റെ ബേസ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ ചെയ്യാം. ഫസ്റ്റ് എക്സസൈസ് 3.1, ഫൈൻഡ് ദ റേഡിയൻ മെഷർ കറസ്പോണ്ടിങ് ദ ഫോളോയിങ് ഡിഗ്രി മെഷർ. അപ്പം റേഡിയൻ മെഷർ കണ്ടുപിടിക്കാനാണ് ഡിഗ്രി മെഷർ തന്നിട്ടുണ്ട്. അപ്പൊ മുമ്പ് നമ്മൾ പഠിച്ചതുപോലെ തന്നെ ഇപ്പൊ 1 ഡിഗ്രി എന്ന് പറയുന്നത് π/180 റേഡിയൻ അല്ലേ. അതുപോലെ 1 റേഡിയൻ എന്ന് പറഞ്ഞാൽ 180/π ഡിഗ്രി മെഷർ. അപ്പൊ ഇത് ഓർത്തിരുന്നാൽ മതി. അപ്പൊ 25 ഡിഗ്രി എന്ന് പറയുമ്പോൾ നമുക്ക് 25 ടൈംസ് π/180 എന്ന് കണ്ടുപിടിച്ചാൽ മതി. ഇവിടെ നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇവിടെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 6 അല്ലെ, 36 വരും. ഇനി ഇതിനെ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഇങ്ങനെ വരുന്ന കേസിൽ 5π/36 ആൻസർ എഴുതിയാൽ മതി. ഇനി കൂടുതൽ സിംപ്ലിഫൈ ചെയ്യാനൊന്നും പോകണ്ട, പോയിന്റ് ഒന്നും ആക്കി നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യനിലെ ഒന്നാമത്തെ പാർട്ട്, സെക്കൻഡ് പാർട്ട് ഈസ് -47 ഡിഗ്രി 30 മിനിറ്റ്. അപ്പൊ 30 മിനിറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എത്ര ഡിഗ്രി ആയിരിക്കും, ഹാഫ് ഡിഗ്രി അല്ലെ. അപ്പൊ -47 1/2 ഡിഗ്രിയാണ് വന്നത്. അപ്പൊ നമുക്ക് ഇതിനെ ഇങ്ങനെ ഇട്ടാൽ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ നമുക്ക് എന്തെല്ലാം മാറ്റേണ്ടത്, റേഡിയൻ മെഷറിലേക്ക് എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, ടൈംസ് π/180 ആണ് റേഡിയൻ മെഷർ. അപ്പം ഇതിനെ നമുക്ക് മിക്സ്ഡ് ഫ്രാക്ഷൻ മാറ്റിയിട്ട് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കി മാറ്റുക. മൾട്ടിപ്ലൈ ചെയ്യുമ്പം 1495 അല്ലേ. അതായത് ഇത് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് ആഡ് ചെയ്യണം. മൈനസ് ഉണ്ട് ഇവിടെ, /2 ടൈംസ് π/180.
5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിന് രണ്ടിന് 36 വരും. ഇവിടെ 19 മൈനസ് 19 പൈ ബൈ 2 ടൈംസ് 36 72 ഇങ്ങനെ എഴുതി വെച്ചാൽ മതി. കൂടുതൽ സിംപ്ലിഫൈ ചെയ്യാനൊന്നും പോകണ്ട. അപ്പൊ ഇതിൽ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഹോംവർക്ക് ആണ്. The last one is homework. ഇപ്പൊ ഡിഗ്രി മെഷർ തന്നാല് റേഡിയൽ മെഷറിൽ കൺവേർട്ട് ചെയ്യുന്ന വളരെ സിമ്പിൾ ആയിട്ട് എളുപ്പത്തിൽ മനസ്സിലാക്കി പഠിക്കാവുന്നേ ഉള്ളൂ. എളുപ്പത്തിൽ ചെയ്യാവുന്ന പ്രോബ്ലം ആണ്. ഇത് ഓർത്തിരുന്നാൽ മതി. അപ്പൊ അടുത്തത് നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ is find the degree measure for the following radian measure. Radian measure തന്നിട്ടുണ്ട്. നമുക്ക് ഡിഗ്രി മെഷറിലേക്ക് മാറ്റണം. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഫസ്റ്റ് പാർട്ട് is 11/16 റേഡിയൻ. അപ്പൊ നമുക്കറിയാം 1 റേഡിയൻ is 180 by pi ഡിഗ്രിയാണ്. അപ്പൊ ഇവിടെ നമുക്ക് പൈയുടെ വാല്യൂ 22/7 യൂസ് ചെയ്യാം. 11/16 into 180 by pi എന്ന് പറയുമ്പോൾ 11/16 times 180 by pi is 22/7. അപ്പൊ 7 ഇവിടെ വരും. ഈ 11ഉം 22 നമുക്ക് ക്യാൻസൽ ചെയ്യാം. 2 കിട്ടും. ഇവിടെ 90 കിട്ടും. വീണ്ടും നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ 8, ഇവിടെ 45. അപ്പം 45 by times 7 മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലൈ ചെയ്യുമ്പം 315 by 8. അപ്പൊ അത് ഡിവൈഡ് ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കണം ആൻസർ. ഡിവൈഡ് ചെയ്ത് കണ്ടുപിടിക്കാം. 3 times 24 7 9 വരും. 72 3. അപ്പൊ ഇതിനെ നമുക്ക് 39 3/4 3/8 ഡിഗ്രി അല്ലേ? 3/8 ഡിഗ്രി. അപ്പൊ നമ്മൾ 39 പ്ലസ് 3/8 ഡിഗ്രിയെ നമ്മൾ എന്താക്കി മാറ്റണം? മിനിറ്റ് ആക്കി മാറ്റുക. അതിനെ ടൈംസ് 60 കൊണ്ട് മൾട്ടിപ്ലൈ ടൈംസ് 60 ചെയ്യുക. 60 കൊണ്ട് മൾട്ടിപ്ലൈ. 180 by 8 180 by 8 നമുക്ക് 180 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 ടൈംസ് 16 20. അതും വീണ്ടും 2 ടൈംസ് വരും 16 4. അപ്പൊ ഇതിനെ 39 ഡിഗ്രി 22 ഇതിനെ മിനിറ്റ് ആക്കി മാറ്റിയില്ലേ? 22 4/8 എന്നാ അല്ലേ? 4/8 എന്ന് പറഞ്ഞാൽ 1/2 എന്നാ. 22 1/2 എന്ന് പറയുമ്പോൾ നമുക്ക് 22 മിനിറ്റ് 1/2 സെക്കൻഡ് 1/2 ടൈംസ് 60 എന്ന് വരും അല്ലെ? മിനിറ്റിനെ സെക്കൻഡ് ആക്കി മാറ്റുക. അപ്പൊ 39 ഡിഗ്രി 22 മിനിറ്റ് ഇതിനെ ക്യാൻസൽ ചെയ്യുമ്പോൾ 30 സെക്കൻഡ്സ്. മനസ്സിലായോ? കാരണം ഇതിനെ ഞാനൊരു സ്കിപ്പ് ചെയ്ത് എഴുതിയ. അപ്പൊ 22 4/8 മിനിറ്റ് എന്നാണ് വരുന്നത് അല്ലെ? അപ്പൊ ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ 1/2. അപ്പം 22 1/2 എന്ന് പറയുമ്പോൾ 22 മിനിറ്റ് 1/2 മിനിറ്റ് സെക്കൻഡ്സ് ആക്കി മാറ്റിയതിനെ ടൈംസ് 60 ചെയ്യുമ്പോൾ നമുക്ക് 30 സെക്കൻഡ്സ് എന്ന് കിട്ടും. 39 ഡിഗ്രി 22 മിനിറ്റ് 30 സെക്കൻഡ്സ്. ഇങ്ങനെ മാറ്റണം. ഡിഗ്രി മെഷറിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മളിങ്ങനെ മാറ്റി വേണം ചെയ്യാം. അപ്പൊ അതിന്റെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഈസ് -5π/3. സെക്കൻഡ് വൺ ഈസ് 5π/3. അതിനെ നമുക്ക് ഡിഗ്രി മെഷറിലേക്ക് മാറ്റണമെങ്കിൽ 180 by pi കൊണ്ട്. ഇവിടെ ഇപ്പൊ മാറ്റേണ്ട ആവശ്യമില്ല. പൈ കൂടെ ഉള്ളതുകൊണ്ട് ഈ പൈ ക്യാൻസൽ ചെയ്ത് മതി. കാരണം 22/7 എഴുതി ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ ക്യാൻസൽ ചെയ്യുമ്പോൾ 60. ഇപ്പൊ 5 times 60 എന്ന് പറയുമ്പോൾ 300 ഡിഗ്രി. ഇതാണ് ഇതിന്റെ ടൈം. അപ്പൊ ഇവിടുത്തെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ അത് ഹോംവർക്ക് ആണ്. -4 റേഡിയൻ ആണ്. സി എന്നോട് എഴുതിയിരിക്കുന്ന റേഡിയൻ മെഷർ അല്ലേ? -4 റേഡിയൻ. അതിനെ നിങ്ങൾ ഡിഗ്രി മെഷറാക്കി മാറ്റണം. അപ്പൊ നോക്കി അടുത്ത ക്വസ്റ്റ്യൻ. അപ്പൊ റേഡിയൻ മെഷർ തന്നാൽ ഡിഗ്രി മെഷറിലേക്കും, ഡിഗ്രി മെഷർ തന്നാൽ റേഡിയൻ മെഷറിലേക്കും നമുക്ക് കൺവേർട്ട് ചെയ്യാൻ ഇപ്പം വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ്. ഇത് ഓർത്തിരുന്നാൽ മതി. ഇത് ബൈഹേർട്ട് ചെയ്യണം. സ്റ്റാൻഡേർഡ് ഫോം എല്ലാം ബൈഹേർട്ട് ചെയ്തെങ്കിലേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നോക്കി അടുത്ത തേർഡ് ക്വസ്റ്റ്യൻ ഈസ് എ വീൽ മേക്സ് 360 revolutions in 1 minute. ഒരു മിനിറ്റിൽ 360 revolutions എടുക്കുന്നു. Through how many radians does it turn in 1 second? ഒരു മിനിറ്റില് 360 റെവല്യൂഷൻസ് ആണ് അല്ലേ? ഒരു റെവല്യൂഷൻ അപ്പൊ നമ്മൾ ഇങ്ങനെ എടുക്കാം. ഒരു റെവല്യൂഷൻ ഇങ്ങനെ എടുക്കുമ്പോൾ ഇത് എത്ര എന്ന് പറയുന്നത് എത്ര റേഡിയനിലായിരിക്കും? നമുക്ക് എന്താണ് റേഡിയൻ അല്ലേ? എത്ര റേഡിയൻ ആയിരിക്കും? 2π റേഡിയൻ അല്ലേ? അപ്പൊ 2π റേഡിയൻ. അപ്പൊ 1 revolution is equal to 1 revolution equal to 2π റേഡിയൻ ആണ്.
അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് 1 മിനിറ്റിൽ 360 റെവല്യൂഷൻസ് ഉണ്ടാക്കും അല്ലെ. 1 മിനിറ്റില് 360 റെവല്യൂഷൻസ് ഉണ്ട്. അപ്പൊ എന്ന് പറഞ്ഞാൽ 360 ടൈംസ് എന്താണ് 2π റേഡിയൻ ആണ്. നമ്മുടെ ക്വസ്റ്റ്യൻ ഇൻ 1 സെക്കൻഡ്, 1 സെക്കൻഡ്. അപ്പൊ 1 മിനിറ്റ് എന്ന് പറയുന്നത് എത്ര 60 സെക്കൻഡ്സ് ആണ് അല്ലെ. 60 സെക്കൻഡ്സില് 360 ടൈംസ് 2π റേഡിയൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ 1 സെക്കൻഡിൽ എത്ര റേഡിയൻ അത് ഉണ്ടാക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ 360 ടൈംസ് 2π ബൈ 60 ചെയ്താൽ മതി. ക്യാൻസൽ ചെയ്യാം. ഇവിടെ 6 ടൈംസ് 2π 12π. 12π എന്ന് പറയുന്നത് ഇത്രയും 1 സെക്കൻഡിൽ 12π റേഡിയൻ ആംഗിളൂടെ ഉണ്ടാക്കുന്നുണ്ട്. ഇത് മനസ്സിലായി. കാരണം 1 മിനിറ്റില് 360 റെവല്യൂഷൻസ് ആണ് പറയുന്നത്. ഒരു റെവല്യൂഷൻ എന്ന് പറയുന്നത് അത് 2π റേഡിയൻ ആണ് അല്ലെ. നമ്മൾ മുമ്പേ പറഞ്ഞു ഒരു ആംഗിൾ അറൗണ്ട് എ പോയിന്റ് ഡിഗ്രി 360 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 2π റേഡിയൻ എടുക്കും. അപ്പൊ ആ 1 മിനിറ്റ് നമ്മൾ സെക്കൻഡ് ആക്കി മാറ്റി നമുക്ക് കണ്ടുപിടിക്കേണ്ട 1 സെക്കൻഡ് ഉള്ളതാണ്. അപ്പൊ അതിന് 12π എന്ന് കിട്ടും. ഇതുപോലെ ആപ്ലിക്കേഷനിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അപ്പൊ അടുത്ത് നോക്കിയ 4th question is find in degrees the angle subtended at the center of a circle of diameter 50 cm by an arc of length 11 cm. അപ്പൊ ഇവിടെ നമ്മൾ നേരത്തെ പഠിച്ച theta is equal to L by R or L is equal to R theta എന്നുള്ള കൺസെപ്റ്റ് വെച്ചാണ് ചെയ്യേണ്ടത്. ഇവിടെ തന്നിരിക്കുന്ന ഡയമീറ്റർ ആണ്. അപ്പൊ ഡയമീറ്റർ എന്ന് പറയുമ്പോൾ 50 ആണെങ്കിൽ റേഡിയസ് എത്രയായിരിക്കും 25. അതിന്റെ പകുതിയായി 25 സെന്റിമീറ്റർ ആയി. ഡയമീറ്റർ എന്ന് പറയുന്നത് 2R ആണ്. ആർക്ക് ലെങ്ത് തന്നിട്ട് L തന്നിട്ടുണ്ട്. ഇവിടെ L is equal to 11 സെന്റിമീറ്റർ. അപ്പൊ തീറ്റ is equal to L by R റേഡിയൻ എന്നാണ് അല്ലെ. L by R എന്ന് പറയുമ്പോൾ ഇവിടെ L 11 by R എന്ന് പറഞ്ഞാൽ 25 റേഡിയനില്ല. അപ്പൊ നമുക്ക് എന്താ ഫൈൻഡ് ഇൻ ഡിഗ്രീസ് ആണ് അല്ലെ ക്വസ്റ്റ്യൻ. ഇത്ര റേഡിയൻ ആണ് നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത്. അപ്പൊ ഡിഗ്രി മെഷർ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം, എന്തോട് ചെയ്താൽ മതി 180 ടൈംസ് പൈ. പൈ എന്ന് പറഞ്ഞാൽ 22/7 ആണ്. 22 ഇവിടെ 7 വരും. 11 ഇവിടെ ക്യാൻസൽ ചെയ്യാം. 2 ടൈംസ് 2 and 180 can be cancelled 90. പിന്നെ നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇവിടെ 5 ഇവിടെ 118 അല്ലേ. ഇത് മൾട്ടിപ്ലൈ ചെയ്യാം. 18 ടൈംസ് 7 126. 126 by 5 ആണ്. അപ്പൊ 126 by 5 നമ്മൾ കണ്ടുപിടിക്കാൻ ഡിഗ്രി മെഷറിലേക്ക് മാറ്റണം. 2 ടൈംസ് 10 2 5 ടൈംസ് 1/5. അതായത് 25 ഡിഗ്രി 25 and 1/5 ആണ്. അപ്പൊ നമുക്ക് ഇതിനെ പ്ലസ് 1/5 മിനിറ്റ് എന്നാക്കിയാൽ ടൈംസ് 60 എടുക്കാൻ മിനിറ്റ് ആക്കാൻ. അപ്പോൾ 25 ഡിഗ്രി ഇതിനെ ക്യാൻസൽ ചെയ്യുമ്പോൾ എന്ത് വരും 12 മിനിറ്റ്. ഇതാണ് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിഗ്രി മെഷർ. ഇതിന്റെ ആംഗിൾ സബ്സ്റ്റൻഡ്. അപ്പം ഈ 2 ക്വസ്റ്റ്യൻസ് ഹോംവർക്ക് ആയിട്ട് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ ഇവിടെ ഹോംവർക്ക് തരാം. നമ്മൾ ഇന്ന് എന്താണ് പഠിച്ചത്, ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ, ആംഗിള്, different types of measuring angles, degree measure and radian measure, relationship between radian and measure and degree measure. എന്താണ് radian measure degree measure തമ്മിലുള്ള റിലേഷൻഷിപ്പ്? നമുക്ക് ഇങ്ങനെ പറയാം, പൈ റേഡിയൻ എന്ന് പറയുന്നത് 180 ഡിഗ്രി, അതിൽ നിന്ന് 1 റേഡിയൻ എന്ന് പറയുന്നത് 180 by പൈ ഡിഗ്രിയും 1 ഡിഗ്രി എന്ന് പറയുന്നത് പൈ by 180 റേഡിയനുമാണ് അല്ലേ. അപ്പൊ അതിനെ ബേസ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ ചെയ്തു. അപ്പൊ നിങ്ങൾക്ക് നല്ലതായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ ഒരു ക്വസ്റ്റ്യൻ, 5th question is also a homework. The minute hand of a watch is 1.4 cm long. How far does its tip move in 45 minutes? അപ്പൊ നിങ്ങൾ ആദ്യമേ വാച്ചിന്റെ അല്ലേ മിനിറ്റ് ഹാൻഡ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നു. അത് 60 മിനിറ്റ് ആകുമ്പോഴാണ് ഒരു റൊട്ടേഷൻ അല്ലെ. അത് മനസ്സിലാക്കിക്കൊണ്ട് 45 മിനിറ്റ്സിൽ എത്ര വരുന്നുണ്ട്, എത്ര റേഡിയൻ വരുന്നുണ്ടെന്നൊക്കെ കണ്ടുപിടിച്ചിട്ട് വേണം അതിനെ ലെങ്ത്, ആർക്ക് ലെങ്ത് നമ്മൾ എലിസിബിൾ ആർത്തിട്ട എന്നുള്ള രീതിയിൽ ഒന്ന് ശ്രമിച്ചു നോക്കാം. അത് നിങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് കൂടുതലും ചെയ്യാൻ പറ്റും. ഒരു ആപ്ലിക്കേഷൻ ഒരു ക്വസ്റ്റ്യൻ ആണ്.
അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. പിന്നെ അടുത്ത പാർട്ട് എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത്. അപ്പം ഇത് കണ്ട് നന്നായിട്ട് പഠിച്ചെങ്കിൽ മാത്രമേ അടുത്ത ടോപ്പിക്ക് നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പം കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ഒരു ഷോർട്ട് ബ്രേക്ക്. ബൈ.